അന്തരിച്ച നടൻ കൊല്ലം സുധിയുടെ മൂത്ത മകൻ രാഹുൽ ദാസിനും സുധിയുടെ കുടുംബത്തിനുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഭാര്യ രേണു സുധി. താൻ അർബുദബാധിതയാണെന്ന് അറിഞ്ഞിട്ടും സുധിയുടെ വീട്ടുകാർ അന്വേഷിക്കാൻ തയ്യാറായില്ലെന്നും സാമ്പത്തിക ലാഭത്തിനായി തനിക്കെതിരായ വിവരങ്ങൾ വ്ളോഗർമാർക്ക് ചോർത്തി നൽകിയെന്നും രേണു ആരോപിച്ചു. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് രേണു മനസ്സ് തുറന്നത്. വളർത്തുമകനായ രാഹുലുമായി ഏതാനും മാസങ്ങൾ മുൻപ് വരെ നല്ല ബന്ധമായിരുന്നു ഉണ്ടായിരുന്നതെന്ന് രേണു പറയുന്നു. അസ്വാരസ്യങ്ങൾ മറന്നാണ് മുന്നോട്ടു പോയത്. എന്നാൽ ചില കറുത്ത കരങ്ങൾ ഇടപെട്ടതോടെയാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. എന്നെ അപമാനിക്കുന്ന വ്ളോഗറെ സുധിയുടെ വീട്ടുകാർ സൽക്കരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്തു. തനിക്കെതിരെ പ്രതികരിക്കുന്ന വ്ളോഗർമാർക്ക് വിവരങ്ങൾ നൽകി രാഹുൽ പണം സമ്പാദിക്കുകയാണ്, രേണു ആരോപിച്ചു. സുധിയുടെ മരണശേഷവും രാഹുലിനെ സ്വന്തം മകനെ പോലെയാണ് നോക്കിയതെന്നും അവന്റെ തെറ്റുകളെല്ലാം ക്ഷമിച്ചാണ് മുന്നോട്ടു പോയതെന്നും രേണു വ്യക്തമാക്കി. ക്യാൻസർ ബാധിച്ച് കിടക്കുമ്പോൾ പരിസരം നിരീക്ഷിക്കാനും ഞാൻ എഴുന്നേൽക്കുമോ എന്ന് അറിയാനുമാണോ അവൻ ഇവിടേക്ക് വന്നത്? എനിക്ക് അഹങ്കാരി എന്ന പട്ടം തരുന്നവർ സത്യമറിയണം. സുധിച്ചേട്ടൻ മരിച്ച സമയത്ത് സഹായിച്ചവർ പിന്നീട് ക്യാൻസർ ബാധിച്ച് കിടപ്പിലായപ്പോൾ തിരിഞ്ഞുപോലും നോക്കിയില്ല. എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട, രേണു കൂട്ടിച്ചേർത്തു. സുധിയും ഞാനും പട്ടിണി കിടന്നിട്ടുണ്ട്. ഈ പിള്ളേരെ ഞങ്ങൾ പട്ടിണിക്കിട്ടിട്ടില്ല. അതൊക്കെ എന്തുകൊണ്ട് മറക്കുന്നു? എനിക്കെതിരെ ഓരോ വ്ളോഗർമാർക്ക് വിവരങ്ങൾ കൊടുക്കുക, ഇതൊക്കെ ഞാൻ പിന്നീടാണ് അറിഞ്ഞത്. അതിലൂടെ അവന് വല്ല പൈസയും കിട്ടുമായിരിക്കും. 11 വയസ്സുള്ള ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോൾ ഞാൻ എങ്ങനെയാണ് നോക്കിയതെന്ന് സുധിക്കറിയാം, എൻ്റെ വീട്ടുകാർക്കറിയാം, ബന്ധുക്കൾക്കും അയൽവക്കക്കാർക്കും അറിയാം. അതെല്ലാം അവൻ മറന്നാണിപ്പോൾ പെരുമാറുന്നത്. എനിക്കൊന്നും വേണ്ട. രാഹുൽ സന്തോഷമായി ബിസിനസ്സും ചെയ്ത് ബിഗ് ബോസിലും കയറുവാണേൽ കയറട്ടെ. എനിക്ക് 1 രൂപ തന്നിട്ടില്ല, എനിക്ക് വേണ്ട. ക്യാൻസറായി കിടക്കുവല്ലേ, വിഷമം ഉള്ളവരുടെ വിഷമം തീർക്കാനാണോ വന്നത്? ഇവിടെ വന്നുവെന്നാണ് അറിഞ്ഞത്. ഞാനന്ന് ICUവിലായിരുന്നു. എന്തിന്? പരിസരം നിരീക്ഷിക്കാനോ? ഞാൻ ഇനി എഴുന്നേൽക്കില്ല എന്ന് വിചാരിച്ചോ? അമ്മയുടെ സബ്സ്ക്രിപ്ഷനിൽ കിട്ടിയ പൈസയും ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ ഒരുപാട്. അതും മേടിച്ചിട്ട് അല്ലേ എന്നെ ഈ കുറ്റം പറയുന്നത്? അപ്പോൾ ആരുടെ ഭാഗത്താ ന്യായം? പൊന്നുപോലെ നോക്കിയതാ ഞാൻ. എൻ്റെ കൂടെ തന്നെയല്ലേ 7 വർഷവും ജീവിച്ചത്. അമ്മ എന്ന് തന്നെയല്ലേ വിളിച്ചുകൊണ്ടിരുന്നതും, രേണു സുധി പറഞ്ഞു. എന്തായാലും സോഷ്യൽ മീഡിയ സൈബർ അറ്റാക്ക് വളരെയധികം നേരിട്ട ഒരു വ്യക്തി തന്നെയാണ് രേണു സുധി. എന്തായാലും അതിന് പിന്നാലെയാണ് സ്റ്റേജ് 3 ബ്രസ്റ്റ് ക്യാൻസർ ആണ് രേണു സുധിക്കെന്ന് വെളിപ്പെടുത്തിയത്. നേരത്തെ അസുഖത്തിന്റെ കാര്യം തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിലും രേണു ചികിത്സിക്കുകയോ ഡോക്ടർ സൂചന നൽകിയ കാര്യം ആരോടും പറയുകയോ ചെയ്യാതെ മറച്ചുവെക്കുകയായിരുന്നു. രോഗിയായി തന്നെ ആരും കാണേണ്ട, താൻ തിരിച്ചു വരും എന്നാണ് രേണു സുധി ഇപ്പോഴും വീഡിയോയിലൂടെ പറയുന്നത്.